കുറ്റിപ്പുറം ICDS പ്രൊജക്ടിന്റെ ആഭിമുഖ്യത്തിൽ പോഷൻ മാഹ് അഥവാ പോഷമാസാചരണത്തിന്റെ ഭാഗമായി മെൻസ്ട്രീമിംഗ് എന്ന പ്രമേയത്തെ ആസ്പദമാക്കി പ്രൊജക്ട് പരിധിയിലെ വിവിധ പഞ്ചായത്തുകളിലെ പുരുഷന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പാചക മത്സരം സംഘടിപ്പിച്ചു. കുട്ടികളുടെ ആരോഗ്യ പോഷണ കാര്യങ്ങളിൽ സ്ത്രീകളെ പോലെ പുരുഷന്മാരുടെ പങ്കാളിത്തവും ശ്രദ്ധയും ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PC നൂർ അധ്യക്ഷത വഹിച്ച പരിപാടി കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ അംഗനവാടി തലത്തിൽ പോഷന്മാർ പരിപാടി ആരംഭിക്കുകയും അതിനുശേഷം പിന്നീട് ഗ്രാമപഞ്ചായത്ത് തലത്തിലും അതിനുശേഷം അതിന് സെലക്ട് ആയിട്ടുള്ള ആളുകളെ ബ്ലോക്ക് തലത്തിലും നടക്കുന്ന ഒരു പോഷന്മാരുടെ പരിപാടിയാണ്. പ്രധാനമായിട്ടും അതിനെ ലക്ഷ്യമിടുന്നത് കുട്ടികളുടെ ഈ ഒരു പോഷകാഹാരത്തിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഈ ഒരു പദ്ധതി ഇന്നിവിടെ നടക്കുന്നത്. എന്തായിരുന്നാലും സാധാരണ നമ്മളൊക്കെ പറയാറുള്ളത് വളയിട്ട കൈകളാണ് കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കാറ് എന്നുള്ളതാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇത്തരത്തിലൊരു ലൈവ് കുക്കിംഗ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും നേരത്തെ ഇന്ന് രാവിലെ അഡീഷണൽ ICDSന്റെ നേതൃത്വത്തിൽ ഇതുപോലെ തന്നെ വനിതകളുടെ ഇതുപോലത്തെ ഒരു പരിപാടി നടന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇവിടെ ജെൻസിൻ്റെ ഒരു പരിപാടി നടക്കുന്നത്. എന്തായിരുന്നാലും വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു മുഹൂർത്തം തന്നെയാണ്. ICDSന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പോഷക് മാഹ് പോഷകാഹാരങ്ങളുടെ മത്സര പരിപാടി, അത് വിശിഷ്യ ആണുങ്ങൾ പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. അത് കുട്ടികളുടെ ആരോഗ്യപരമായ ഉന്നമനത്തിന് വേണ്ടി പോഷകാഹാരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. കാരണം സ്ത്രീകളാണ് ആഹാരങ്ങൾ പാചകം ചെയ്യുന്നത്, സ്ത്രീകളാണ് കുട്ടികളെ നോക്കുന്നതും ഒക്കെ നിന്ന് വ്യത്യസ്തമായി സ്ത്രീകളിൽ മാത്രമല്ല പിതാക്കൾക്ക് കൂടി കുട്ടികളിൽ ഉള്ള ഒരു സ്നേഹവും വാത്സല്യവും ഉണ്ടാക്കുക എന്നുള്ളത് കൂടിക്കൊണ്ടാണ് ഈ പരിപാടി ഇങ്ങനെ നടത്തപ്പെടുന്നത്. ആഹാരമാണ് തീർച്ചയായും കുട്ടികൾക്കും അതുപോലെ തന്നെ പ്രായമുള്ളവർക്കും ഒക്കെ വേണ്ടത് എന്നുള്ളത് കൊണ്ടാണ് പോഷകാഹാര മത്സരം സംഘടിപ്പിക്കുന്നത്. എല്ലാ വർഷവും പോഷന്മാർ എന്ന് പറഞ്ഞ പരിപാടി നടപ്പിലാക്കി വരുന്നുണ്ട്. ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 16 വരെയാണ് ഈ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന പരിപാടി നടപ്പിലാക്കിയിട്ടുള്ളത്. അത് അംഗൻവാടി തലത്തിലും പഞ്ചായത്ത് തലത്തിലൊക്കെ നടപ്പിലാക്കി. നമ്മൾ പ്രോജക്റ്റ് തലത്തിലെ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. നമ്മൾ 2 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഭക്ഷണം ഇക്കാര്യത്തിൽ രക്ഷിതാക്കളുടെ അല്ലെങ്കിൽ അച്ഛന്മാരുടെ പങ്കാളിത്തം കൂടെ ഉറപ്പുവരുത്തുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ വർഷക്കാലം ഈ മാസക്കാലം നമ്മൾ വിവിധ പരിപാടികൾ അംഗൻവാടികളിലും പഞ്ചായത്തുകളിലൊക്കെ ആയിട്ട് നടപ്പിലാക്കി കുട്ടികളുടെ ഭക്ഷണ കാര്യത്തിൽ രക്ഷിതാക്കൾ അല്ലെങ്കിൽ അച്ഛന്മാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക, അനുകൂലിക പോഷകാഹാരം, അതായത് ഒരു വീട്ടിൽ കൊടുക്കുന്ന ഭക്ഷണം വളരെ പൂരകമായിരിക്കണം, അവർക്ക് വേണ്ട എല്ലാ വൈറ്റമിൻസും അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും നല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന ആളുകളെ തിരഞ്ഞെടുക്കുക എന്നുള്ള പദ്ധതിയോട് നമ്മൾ ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറ്റിപ്പുറം താലൂക്ക് ഹോസ്പിറ്റലിലെ ലേഡി ഹെൽത്ത് ഇൻസ്പെക്ടർ രജനി, ഇരുമ്പിളിയം പ്രാഥമികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ഷഫീഖ് എന്നിവർ മൂല്യനിർണ്ണയം നടത്തി. സൂപ്പർവൈസർമാരായ രഹിനായം, നിഷാട്ടി, നാഷണൽ ന്യൂട്രീഷൻ മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ സാദിഖ് മനോരത്ത്, ഉദ്യോഗസ്ഥരായ വിശാലക്ഷൻ TG, പ്രദീപ് കുമാർ MS തുടങ്ങിയവരും പരിപാടിയിൽ സംബന്ധിച്ചു. പ്രൊജക്ട് പരിധിയിലെ പഞ്ചായത്തുകളിൽ നിന്നായി 9 മത്സരാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു. അഭിനവ് 1ാം സ്ഥാനം കരസ്ഥമാക്കി. മുഹമ്മദ് ഷാഫി, തുളസീദാസ് എന്നിവർ യഥാക്രമം 2ഉം 3ഉം സ്ഥാനം കരസ്ഥമാക്കി. കുറ്റിപ്പുറം ശിശുവികസന പദ്ധതി ഓഫീസർ സൈനബ KT സ്വാഗതവും നിഷാട്ടി നന്ദിയും രേഖപ്പെടുത്തി. ഈ ചാനൽ ന്യൂസ് കുറ്റിപ്പുറം. അമ്മേ, എനിക്ക് ഫസ്റ്റ് സാലറി കിട്ടി. അമ്മയ്ക്ക് എന്താ വേണ്ടേ? ഒന്നും വേണ്ടടാ. പറയമ്മേ. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, KSF-ൽ ഒരു ചിട്ടി ചേരും. KSF? ഹായ് വേണുമാമ. എന്താ ഒരു ചിരി? നീ ഇരിക്കുന്ന MNC ജോലിക്കുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രിയെ ചേച്ചി KSF ചേർന്ന് ഉണ്ടാക്കിയതാ. നിന്നെ കോച്ചിങ്ങിന് വിടാനും പഠിപ്പിക്കാനുള്ള ചേച്ചിയുടെ ധൈര്യം KSF ആയിരുന്നു. KSF-യുടെ പുതിയ ഹാർമണി ചിട്ടിയുണ്ട്, ഉടനെ നീ അതിൽ ചേരണം. KSF ഹാർമണി ചിട്ടികൾ. അമ്മേ, KSF ചിട്ടിയിൽ ഞാൻ ചേർന്നു കേട്ടോ. നന്നായടാ. അമ്മയ്ക്ക് മോനും ഇപ്പൊ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട്.
KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. KSFE, ഈ നാടിന്റെ ധൈര്യം.